SSLCയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക, അതുപോലെ തന്നെ +1 ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. SSLCയുടെ റീവാലുവേഷന് കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. 17-ാം തീയതി വരെയാണ് അവസാന തീയതി. 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമർപ്പിച്ച അപേക്ഷ സ്കൂളിൽ നിന്ന് സമർപ്പിക്കുക. മെയ് 19-നാണ്. റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കുറയുമെന്ന പേടിയൊന്നും വേണ്ട. റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആദ്യം കിട്ടിയ ഗ്രേഡാണ് പരിഗണിക്കുക. മാർക്ക് കൂടിക്കിട്ടും എന്ന പ്രതീക്ഷയുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷന് കൊടുക്കുന്ന ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണോ ഞങ്ങൾ +1 ആപ്ലിക്കേഷന് കൊടുക്കേണ്ടത്? എന്നാൽ ആരും റീവാലുവേഷൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട. എല്ലാവരും കൃത്യസമയത്ത് തന്നെ, അതായത് മെയ് 14 മുതൽ തന്നെ +1 ആപ്ലിക്കേഷൻ നൽകുക. കഴിഞ്ഞ വർഷമൊക്കെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെയായിരുന്നു. എന്നാൽ ഈ വർഷം ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് റീവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങളെ ഇതിന് മുമ്പായിട്ട് ഉള്ളൂ. മെയ് 24-നാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ സർക്കുലറിൽ ഒരു കാര്യം പറയുന്നുണ്ട്, മെയ് 28-ന് മുമ്പ് തന്നെ ഗ്രേഡ് ചേഞ്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ നൽകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയ് 28-നുള്ളിൽ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ജൂൺ 2-നാണ്. ജൂൺ 2-ന് മുമ്പായി തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുമെന്ന് ഉറപ്പാണ്. കാരണം മെയ് 28-നുള്ളിൽ പൈസ തിരികെ നൽകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായും മെയ് 28-നുള്ളിൽ തന്നെ റിസൾട്ട് വരും. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സംശയമുള്ളത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. എന്നാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ A ഗ്രേഡ് A+ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ B ഗ്രേഡ് A+ ആയിട്ടുണ്ടെങ്കിൽ, HSCAPൻ്റെ വെബ്സൈറ്റിലാണല്ലോ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഈ വെബ്സൈറ്റിലുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ആ മാർക്ക് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആവും. അതായത് മാറിയ ഗ്രേഡ് ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ആപ്ലിക്കേഷനിൽ ചേഞ്ച് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി പറയാനുള്ളത്, നിങ്ങൾ +1 അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ബോണസ് പോയിൻ്റുള്ള വിദ്യാർത്ഥികൾ ആ ബോണസ് പോയിൻറ്റിനുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും ഫസ്റ്റ് ഓപ്ഷനായി കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. സ്കൂളുകളുടെ പേരുകളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് HSCAPൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കൂൾ ലിസ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റും അതുപോലെ സ്കൂൾ കോഡും ഒക്കെ കാണാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ കുഴപ്പമില്ല, അത് വെറും ട്രയലാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഫസ്റ്റ് ഓപ്ഷന് താഴെയുള്ള മറ്റുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആകും. അതുപോലെ സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഫസ്റ്റും സെക്കൻഡും അവിടെ നിർത്തി ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ആകും. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്ഥിര പ്രവേശനം നേടേണ്ടി വരും. എന്നാൽ സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് താൽക്കാലിക പ്രവേശനം എടുത്ത് ഫസ്റ്റ് ഓപ്ഷന് വേണ്ടി അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ ആ 5ാമത്തെ ഓപ്ഷന് താഴെയുള്ള മറ്റുള്ള 6, 7, 8 അങ്ങനെ ഉള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ആകും. ആദ്യത്തെ ഓപ്ഷൻസ് 1, 2, 3, 4 ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനമെടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കാം. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് നൽകുമ്പോൾ നിങ്ങൾക്ക് സാധ്യതയുള്ള ഓപ്ഷൻസ്, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഫസ്റ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി കൊടുക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ടാകും, അവിടെ പോയി അപേക്ഷ നൽകാം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കുള്ള ബോണസ് പോയിന്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.